സമാധാനമില്ലാതെ, സ്വസ്ഥതയില്ലാതെ ആ 4 ചുമരിനുള്ളിൽ നിൻ്റെ ജീവിതം ഒടുങ്ങിപ്പോകുവാൻ യേശു അനുവദിക്കത്തില്ല. ഞാൻ രതീഷ്, നിങ്ങളായിരിക്കുന്ന പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമനെ എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം. യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 26-ാമത്തെ വാക്യം. അവിടെ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, 8 ദിവസം കഴിഞ്ഞിട്ട് ശിഷ്യന്മാർ പിന്നെയും അകത്ത് കൂടിയിരിക്കുമ്പോൾ തോമസും ഉണ്ടായിരുന്നു. വാതിലടച്ചിരിക്കെ യേശു വന്നു നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. ഒരു ദിവസം കണ്ണുനീരോടെ ഒരു അമ്മയും മകളും, കരച്ചിൽ മുഴുവൻ അന്ന് മകൾക്കാണ്. വന്ന് ഇരുന്നിട്ട് കസേരയിൽ പകുതി ഇരിക്കുന്നത് പോലെ ഇരുന്നിട്ട് ഒരേ ഉപ്പാരി വെച്ച് കരഞ്ഞുകൊണ്ട് പറയുക, പാസ്റ്ററങ്ങളെ, യേശോപ്പനെ ഞാൻ കണ്ടു, യേശോപ്പ എൻ്റെ മുറിക്കകത്ത് വന്നു. അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണത്തില്ല. അതിനും ചില മാസങ്ങൾക്ക് മുമ്പ് ഈ സഹോദരിക്ക് മകൾക്കൊപ്പം വന്ന അമ്മ പ്രൈസർ ഫാമിലിയിലേക്ക് വിളിച്ചു. ഈ മകൾ OET 2-3 തവണ എഴുതി. ഒരു വിദേശ രാജ്യത്ത് അവൾ ആഗ്രഹിച്ചൊരു ജോലിക്ക് കടന്നു പോകാൻ വേണ്ടിയിട്ടും, പക്ഷേ അവൾ ആഗ്രഹിച്ച രാജ്യത്ത് ആഗ്രഹിച്ച ജോലിക്ക് വേണ്ടിയിട്ടുള്ള സ്കോർ കിട്ടിയില്ല. ചെറിയ സ്കോറിന് അവൾ പരാജയപ്പെട്ടു പോയി. 3-ാമത്തെ തവണ പരാജയപ്പെട്ടപ്പോൾ അവൾ ഭയങ്കരമായിട്ട് ഒരു ഡിപ്രഷനായി. മുറിക്കകത്തൊന്നും പുറത്തിറങ്ങത്തില്ല. ഒന്ന് ചിന്തിച്ച് നോക്കുക, വിദ്യാഭ്യാസമുള്ള യൗവനക്കാരിയായ ഒരു മകള് മുറിക്കകത്തൊന്നും പുറത്തിറങ്ങാതെ ഇരുന്നാലുള്ള അവസ്ഥ. അതെ, കേൾക്ക്, യൗവനക്കാരനായ മകൾ മുറിക്കകത്തൊന്നും പുറത്തിറങ്ങാതെ ഇരിക്കുന്ന നീ കരയുക. എന്തു ചെയ്യണമെന്നറിയാതെ മരണമാണ് നല്ലതെന്ന് നീ ഭാരപ്പെടുന്നുണ്ട്. അവിടെ നിന്ന് ആ മുറിക്കകത്തുനിന്ന് നിൻ്റെ തലമുറയെ എൻ്റെ ദൈവം പുറത്തു കൊണ്ടുവരുവാൻ പോകുക. ഓ, താങ്ക് യു ലോർഡ്. അവൻ പലതും നഷ്ടപ്പെട്ടത് മുഖാന്തരം മുറിക്കകത്തിരിക്കുക. ആരും വിളിച്ചാലും ഫോൺ എടുക്കത്തില്ല, സംസാരിക്കത്തില്ല. ബാക്കിയുള്ളവരെല്ലാം തീ തീറ്റിപ്പിച്ച്. അല്ലേ സിസ്റ്ററെ, നിൻ്റെ ഭർത്താവിൻ്റെ കാര്യമാണ്. ജോലി നഷ്ടപ്പെട്ടെങ്കിൽ നീ വിളിക്കുന്നുണ്ട്, വാ ചേട്ടാ, കർത്താവ് നമ്മോട് കൂടെ ഉണ്ട്, നമുക്ക് കഞ്ഞിയായാലും കുഴപ്പമില്ല, നിങ്ങൾ കയറി വാ. വരത്തില്ല, അവിടെ തന്നെ മുറിക്കകത്ത് കിടന്നുകൊണ്ട്. ആമേൻ, സ്തോത്രം. ആ മുറിക്കകത്ത് നിന്ന് കർത്താവ് അവനെ പുറത്തു കൊണ്ടുവരാൻ പോകുക. നിൻ്റെ കരച്ചിൽ കർത്താവ് അറുതി വരുത്തുവാൻ പോകുക. നീ ഭയപ്പെടുന്നത് നീ സംഭവിക്കത്തില്ല. അയ്യോ, എൻ്റെ ഭർത്താവ് എന്തായിത്തരും. നോ, ആ ഭയത്തിന് അറുതിയില്ല, ആ ഭയത്തിന് അടിസ്ഥാനമില്ല. യെസ്, യേശുവിൻ നാമത്തിൽ കർത്താവ് പ്രവർത്തിക്കുക. ആ മുറിക്കകത്ത് അവൻ പുറത്തു വരുവാൻ പോകുക. ആമേൻ. അപ്പം ചില നഷ്ടങ്ങൾ നമ്മളെ അകത്താക്കി തീർക്കും. ഇനി എങ്ങനെ നാട്ടുകാരുടെ മുഖത്ത് നോക്കും? ഞാനങ്ങനെ മറ്റുള്ളവരോട് എന്ത് പറയുമെന്നറിയാതെ ഇങ്ങനെ ഒളിച്ചിരിക്കുന്ന ചിലരുണ്ട്. അയ്യോ, എൻ്റെ കുടുംബം പോയി, എൻ്റെ ഭർത്താവ് പോയി, എൻ്റെ ഭാര്യ പോയി. ഇനി ഞാനങ്ങനെ ബന്ധുക്കളുടെ മുഖത്ത് നോക്കും. മകളുടെ വിവാഹം എന്ത് സന്തോഷമായിട്ട്, എന്ത് അനുഗ്രഹമായിട്ടാണ് നടത്തിയത്. അതിനുവേണ്ടിപ്പെട്ട കഷ്ടപ്പാട്, ആ കട ഇതുവരെ തീർന്നിട്ടില്ല. ഏതാ വീട്ടിൽ മകളോ വന്നിരിക്കുക. അയ്യോ, കരയുക. നീ കേൾക്ക്, അവിടെ നിന്ന് ആ മുറിക്കകത്ത് ഒതുങ്ങിപ്പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. നിൻ്റെ തലമുറയെ എൻ്റെ ദൈവം പുറത്തു കൊണ്ടുവന്ന് മാനിക്കുവാൻ പോകുക. അമ്മേൻ. ശുശ്രൂഷക ഇപ്പം ടെൻഷനാണ്. മറ്റുള്ളവർ ചോദിച്ചാൽ പലതും വിട്ട് ദൈവവിലയെന്നും പറഞ്ഞ് ഇറങ്ങിയതാണ്. ഇപ്പോൾ ദൈവവിലയില്ല, ഒന്നുമില്ല, വീട്ടിനകത്തിരിക്കുക. പരിചയക്കാരെ കാണുമ്പോൾ പോയി പതുങ്ങിയിരിക്കുക. അബിധത്തിൽ പതുങ്ങിയിരിക്കുന്ന ചിലരെ കർത്താവ് പുറത്ത് കൊണ്ടുവന്ന് അഭിമാനത്തോടെ നിർത്തുവാൻ പോകുക. നോക്കൂ, അപ്പോൾ ഭയങ്കര ടെൻഷൻ, ഭയങ്കര സങ്കടം. ആ സമയത്താണ് നമ്മൾ പ്രൈസർ ഫാമിലിയിലേക്ക് വിളിക്കുന്നത്. നമ്മുടെ പ്രഭാതം എന്ന മെസ്സേജ് കണ്ടിട്ട് വിളിച്ചു, തുടർമാനമായി പ്രാർത്ഥിച്ചു. പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാനായിട്ട് തയ്യാറായി. നിങ്ങൾക്ക് അറിയാമല്ലോ, ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും നിങ്ങൾക്ക് പരിഹരിക്കുവാൻ കഴിയാത്ത, പുറത്തു വരുവാൻ കഴിയാത്തൊരു വിഷയത്തിന് പരിഹാരം കണ്ടെത്തുവാൻ പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാനുള്ള അവസരമുണ്ട്. നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി, കൂടുതൽ വിവരങ്ങൾ അറിയിക്കാം. അപ്പോൾ തുടർമാനമായി അങ്ങനെ ഉപവാസങ്ങളൊക്കെ ക്രമീകരിച്ചു. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത്, ഒരു ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയുടെ മധ്യത്തിൽ, ആ പ്രാർത്ഥനയുടെ സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞു, മുറിയടച്ചിരിക്കെ യേശു അകത്ത് വരും. അതുപോലെ യേശു അവളുടെ മുറിക്കകത്ത് ചെന്നു. അതേക്കുറിച്ച് പറയാനാണ് അവൾ ഓടിപ്പിടിച്ച് വന്നത്. യേശു എൻ്റെ അടുക്കൽ വന്നു, യേശോപ്പൻ എൻ്റെ അടുക്കൽ വന്നു. ദീർഘനാളുകൾക്ക് ശേഷം ആ മകൾ മുറിവിട്ടിറങ്ങി ഏകദേശം 3 ജില്ലകൾ കഴിഞ്ഞ് നമ്മുടെ വീട്ടിൽ വന്നു. സന്തോഷത്തോടെ കർത്താവ് അവളെ തിരികെ അയച്ചു. യേശു അവളുടെ മുറിക്കകത്ത് ചെന്നതുകൊണ്ട് എന്താ സംഭവിച്ചത്? അവൾക്ക് സമാധാനം ഉണ്ടായി. അപ്പോൾ നിങ്ങൾ ചോദിക്കും, വെറുതെ സമാധാനം മാത്രം കിട്ടിയാൽ മതിയോ? സമാധാനം ഉണ്ടായത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഇവൾക്ക് അപ്പോഴുണ്ടായിരുന്ന ആ സ്കോർ വെച്ച് അവൾ പ്രതീക്ഷിച്ച ഒരു രാജ്യം, ആ ജോലി അത് കിട്ടിയില്ല. പക്ഷേ മറ്റൊരു രാജ്യത്ത് ആ സ്കോർ അത്രയും വേണ്ട, അവിടെ ഇവൾക്ക് നല്ലൊരു ജോലി കിട്ടി. അവൾ പോയപ്പോഴാണ് മനസ്സിലാക്കിയത് താൻ എന്ത് ബുദ്ധിമോശമാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. തനിക്ക് കിട്ടാതെ പോയത് ജോലിയൊന്നുമല്ല, അവിടെ താൻ പ്രതീക്ഷിച്ച ശമ്പളമൊന്നുമല്ല. ഇവിടെ അതിലും അധികം അവൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ അവൾ തുടരുന്നുണ്ട്. കേൾക്ക്, അടച്ചുപൂട്ടപ്പെട്ട സ്ഥാനത്ത്
പാത്തിരിക്കേണ്ട, യേശു വരിക നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം 43-ാമത്തെ വാക്യം വായിക്കുമ്പോൾ യേശു മുറിക്കകത്ത് കടന്ന് പുറത്തു കൊണ്ടുവന്നവൻ ഭയപ്പെടുത്തിയവർക്കെല്ലാം ഭയമായി മാറി. യേശുവിൻ്റെ ശിഷ്യന്മാരെ കുറിച്ചാണ് പറയുന്നത്. ആരെയാണോ ദേശം ഭയപ്പെടുത്തിയത്, റോമർക്കാർ ഭയപ്പെടുത്തിയത്, യഹൂദന്മാർ ഭയപ്പെടുത്തിയത്, അവരൊക്കെ ഇവരെ യേശുവിൻ്റെ ശിഷ്യന്മാരെ ഭയപ്പെടുവാനായിട്ട് തുടങ്ങി. വചനം പറയുന്നു അവരാൽ അത്ഭുതങ്ങൾ സംഭവിച്ചു. ഞാൻ പറയും അവർ അത്ഭുതമായി. യേശു നിൻ്റെ വീട്ടിൽ വന്നാൽ, നീ വീട്ടിനകത്തുനിന്ന് പുറത്തിറങ്ങിയാൽ നീ അത്ഭുതമാകും. പ്രിയ മാതാവേ, പിതാവേ, നിൻ്റെ മക്കൾ ആ പതുങ്ങിയിരിക്കുന്ന, ഒളിച്ചിരിക്കുന്ന ചില സ്ഥലങ്ങളുണ്ടല്ലോ, നിൻ്റെ വീട്ടിനകത്തല്ല, ചില സ്ഥലങ്ങളിൽ അവനൊക്കെ പാത്തിരിക്കുക, പിടിതരാതെ മദ്യത്തിലും മയക്കുമരുന്നിലും കെട്ടപ്പെട്ട് അവിടെ യേശു വരും. അവനെയൊക്കെ പുറത്തു കൊണ്ടുവന്ന് യേശു അത്ഭുതമാക്കി നിർത്തും. നിൻ്റെ ജീവിതത്തെ യേശു അത്ഭുതമാക്കി നിർത്തും. പലർക്കും പറഞ്ഞു ചിരിക്കുവാനും പരിഹസിക്കുവാനും കാരണമായി തീർന്ന നിൻ്റെ ജീവിതത്തെ, പ്രിയ സിസ്റ്ററെ, യേശു അത്ഭുതമാക്കി അനേകരുടെ മുമ്പിൽ നിർത്തുവാൻ പോകുക. നിന്നെ ഭയപ്പെടുത്തിയ സാഹചര്യങ്ങൾ, തൊഴിലില്ലായ്മയെന്ന, വരുമാനമില്ലായ്മയെന്ന, തലകുനിപ്പിക്കുന്ന, നിന്ദയെന്ന, അപമാനമെന്ന ആ സാഹചര്യങ്ങൾ നിന്നെ കണ്ട് ഭയപ്പെടുവാൻ തക്കവണ്ണം, ബ്രദർ, ജോലിയില്ലാതെ മുറിയടച്ചിരിക്കുന്ന ആ സ്ഥാനത്ത് നിന്ന് നീ പുറത്തു വരിക, യേശു നിൻ്റെ അടുക്കൽ വരിക, നിനക്ക് സമാധാനം. വെറും വാക്കല്ല കേട്ടോ, സമാധാനമായിരിക്കും. ടെൻഷൻ അടിക്കേണ്ട എന്ന് മാനുഷികമായി പറയുന്ന വെറും വാക്കല്ല. യേശു അകത്ത് കടന്ന് സമാധാനമെന്ന് പറഞ്ഞാൽ അത് സമാധാനം തന്നെയാണ്. ആ സമാധാനം അനുഭവിക്കുവാൻ തക്കവണ്ണം അവർ അത്ഭുതമായി മാറും. റെഡിയാണോ? അത്ഭുതമായി മാറുവാൻ, സമാധാനം അനുഭവിക്കുവാൻ, മുറിക്കകത്ത് നിന്ന് പുറത്തു വരുവാൻ, ആരെയും ഫേസ് ചെയ്യുവാൻ കഴിയാതെ പുറത്തിറങ്ങിയ കടക്കാർ വന്ന് ചാടി വീഴും, കടം കയറി മുടിഞ്ഞ്. നോ, ഇനിയും കടക്കാരനായി തുടരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ഇനിയും പരാജിതനായി മുറിക്കകത്ത് ഒതുങ്ങി പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ഇനിയും നഷ്ടപ്പെട്ടതിനെ കുറിച്ചോർത്ത് വിലപിച്ച് കരഞ്ഞ്, സിസ്റ്ററെ കേൾക്ക്, നഷ്ടപ്പെട്ടത് പോയി, നിനക്കിനി ജീവിതമുണ്ട്. ഓ, നിൻ്റെ മക്കൾക്കിനി ജീവിതമുണ്ട്. പുറത്തു വാ, നിനക്ക് സമാധാനം. ഓ, ഒന്നും തീർന്നിട്ടില്ല, ഒന്നും അവസാനിച്ചിട്ടില്ല. നിനക്ക് മുമ്പിൽ നീ അത്ഭുതമായി മാറുന്ന ദൈവിക പദ്ധതികളുടെ നിവർത്തീകരണമുണ്ട്. നിൻ്റെ കുടുംബത്തിന് മുമ്പിൽ, അയ്യോ, എൻ്റെ മോളുടെ ജീവിതം എന്തായി, എൻ്റെ മകൻ്റെ ജീവിതം എന്തായി, എൻ്റെ പ്രിയപ്പെട്ടവൻ്റെ ജീവിതം എന്തായി, എൻ്റെ പ്രിയപ്പെട്ടവരുടെ ജീവിതം എന്തായി, എൻ്റെ സഹോദരൻ്റെ ജീവിതം എന്തായി എന്ന് കരയുന്ന, വിലപിക്കുന്ന സിസ്റ്ററെ, നീ പുറത്തു വാ. അവരെ കർത്താവ് ഒരു അത്ഭുതമാക്കി മാറ്റുവാൻ പോകുക. ഉപവസിക്കുവാൻ റെഡിയാണോ? കോൺടാക്ട് ചെയ്തോ. പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുന്ന കാര്യം മറക്കണ്ട. എല്ലാ ദിവസങ്ങളും പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് വചനം ധ്യാനിക്കുവാനും മധ്യസ്ഥ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുവാനും നിങ്ങൾക്ക് അവസരമുണ്ട്. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്ക് പേജിലൂടെയും. വെള്ളിയാഴ്ച ഞായറാഴ്ച സഭയുടെ മീറ്റിങ്ങുകളുണ്ട്. വെള്ളിയാഴ്ച രാവിലെ 11:30 മണി മുതൽ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട്. ലൈവായി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. യൂട്യൂബിലും ഫേസ്ബുക്കിലും നിങ്ങൾ ചെയ്യുന്ന കമൻറ്റ് ചെയ്യുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് ബ്ലെസ്സിംഗ് ആയിരിക്കും. ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ സഭാരാധന. തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമൂല ചാമവിള പ്രൈസർ ഫാമിലി വർഷിപ്പ് സെൻറ്ററിൽ വെച്ച് പ്രാർത്ഥനയോടെ കടന്നു വാ, വിടുതലോടെ മടങ്ങാം. കണ്ണടച്ചോ. വിശ്വസ്ത കർത്താവെ, നല്ല ഒപ്പമായിരിക്കുന്ന ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ആ മുറിക്കകത്തുനിന്ന് മനുഷ്യനും പിശാചും ഒതുക്കിക്കൂട്ടിയ സ്ഥാനത്ത് നിന്ന് ഇവർ പുറത്തു വരട്ടെ. ഇവരുടെ ഭാവിക്ക് വിരോധമായി കെട്ടിബന്ധിച്ച് വിദ്യാഭ്യാസങ്ങളെ ഒതുക്കി ആത്മീക ഭൗതിക നന്മകളെ ബന്ധിച്ച് എല്ലാ ബന്ധനങ്ങളും യേശുവിൻ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. തൊഴിൽ സാഹചര്യങ്ങളെ കെട്ടിബന്ധിച്ച വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ആഭിചാരങ്ങൾ കൊണ്ടും ദുഷ്ടമനുഷ്യരുടെ ഇടപെടലുകൾ കൊണ്ടും നഷ്ടപ്പെടുത്തിയ ജോലികൾ ഇവർക്ക് തിരികെ നൽകി സ്വർഗമങ്ങ് മാനിക്കണമേ. വരുമാനമില്ലാതെ കരയുന്നവർ, പുറത്തിറങ്ങാതെ ഒതുങ്ങിയിരിക്കുന്നവർ, കടക്കാരായി തലകുലിച്ചായിരിക്കുന്നവർ, യേശുവേ, ഇവർ പുറത്തു വരട്ടെ. സാമ്പത്തികം അനുഭവിക്കുന്ന എല്ലാ ഞെരുക്കങ്ങൾ മാറട്ടെ. ഫിനാൻഷ്യൽ ഡെലിവറൻസ് സംഭവിക്കട്ടെ. പുതുവഴികൾ തുറന്നു വരട്ടെ. തൊഴിലിടത്തിലെ സാഹചര്യങ്ങൾ അനുകൂലവും അനുഗ്രഹമായി തീരട്ടെ. എല്ലാ ബാധ്യതകളും മാറിപ്പോകട്ടെ. കടഭാരങ്ങൾ മാറിപ്പോകട്ടെ. ജപ്തി നടപടികളെ ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കൊടുത്തു തീർക്കുവാൻ തക്കവണ്ണം വഴികൾ തുറക്കണമേ. വാങ്ങുന്ന അനുഭവത്തിൽ നിന്ന് കൊടുക്കുന്ന അനുഭവത്തിലേക്ക്, യെസ്, ഇവരുടെ ജീവിതം വഴിമാറട്ടെ. ഡിപ്രഷനുകൾ അടിപ്പെട്ടു പോയവരെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. മുഖ്യകത്തുനിന്ന് പുറത്തു വരട്ടെ. സ്വസ്ഥതയും സമാധാനം അനുഭവിക്കട്ടെ. സൂയിസൈഡ് ടെൻഡൻസികൾ മാറിപ്പോകട്ടെ. ഭവനത്തിനകത്ത് സമാധാനം ഉണ്ടാകട്ടെ, സന്തോഷമുണ്ടാകട്ടെ, സ്വസ്ഥതയുണ്ടാകട്ടെ. ഇവിടെ മക്കൾ, കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ. രോഗികളെല്ലാം സൗഖ്യമാകട്ടെ. എല്ലാ രോഗബന്ധനങ്ങളും അഴിഞ്ഞു മാറട്ടെ. ഫാമിലി ലൈഫ് അനുഗ്രഹിക്കപ്പെടട്ടെ. മദ്യപാന വ്യഭിചാര വെറുക്കൂത്തുകൾ മാറിപ്പോകട്ടെ. ഡിവോഴ്സുകൾ മാറിപ്പോകട്ടെ. കാരണമായ സംശയ രോഗങ്ങളും തർക്കങ്ങളും കലഹങ്ങളും മാറിപ്പോകട്ടെ. മറ്റു മനുഷ്യരുടെ ഇടപെടലുകൾ മാറിപ്പോകട്ടെ. ഇവരുടെ ആത്മീയ ജീവിതം പണിയപ്പെടട്ടെ. പ്രാർത്ഥനാ ജീവിതമുള്ളവരായി മാറട്ടെ. ഭവനങ്ങളുടെ പണികൾ പൂർത്തീകരിക്കപ്പെടട്ടെ. വസ്തുക്കൾ വാങ്ങട്ടെ. വാഹനങ്ങൾ വാങ്ങട്ടെ. എല്ലാ ദുഷ്ടൻ്റെ പ്രവർത്തികളും തകർക്കപ്പെടട്ടെ.
വിദേശ രാജ്യങ്ങളിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് മുമ്പിൽ വഴികൾ തുറക്കപ്പെടട്ടെ. IELTS, OET, MOH, പ്രോമെട്രിക് എക്സാമുകൾ എഴുതി നിരന്തരം പരാജയപ്പെട്ടായിരിക്കുന്നവർ ജയത്തിലേക്ക് നടന്നു കയറട്ടെ. ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുക്കട്ടെ. വിസകൾ സ്റ്റാമ്പ് ചെയ്ത് കിട്ടട്ടെ. PRകൾ ലഭിക്കട്ടെ. വർക്ക് പെർമിറ്റുകൾ ലഭിക്കട്ടെ. അങ്ങയുടെ നാമത്തിൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ബിസിനസ്സുകൾ ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ. സ്വദേശത്തും വിദേശത്തും ചെയ്യപ്പെടുന്ന സകല ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെട്ടത്. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിക്കും. പ്രാർത്ഥനയുടെ കൃപയ്ക്കായി സ്തുതിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. അറിയിക്കുക മാത്രമല്ല, നിങ്ങൾ പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് നിൽക്കുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ചേർത്ത് നിർത്തുക. പ്രാർത്ഥിക്കുക, ഉപവസിക്കുക. അവിടെ നിന്ന് പുറത്തു വന്ന് അത്ഭുതമായി മാറാം. നാളെ ദൈവം വെച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ടനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതം എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരെയും പ്രിയർ, ഹാവ് എ നൈസ് ഡേ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രൈസർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.